കൊലയാളി എന്ന് പറയുന്ന ഷാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. ആ അവിഹിത ബന്ധത്തിന്റെ ഭാഗമായി കാമുകന് ഹിബയെ കിട്ടാൻ ഭർത്താവായ റിദാൻ ബാസിലിനെ കൊന്നു എന്നുള്ള ഒരു സ്റ്റോറിയിലേക്കാണ് പോലീസ് ആദ്യം പോകാൻ ശ്രമിച്ചത്. രണ്ട് കുടുംബങ്ങളും അതിനെ റെസിസ്റ്റ് ചെയ്തു. ഹിബയുടെ കുടുംബവും റിദാൻ ബാസിലിന്റെ കുടുംബവും ഒരിക്കലും അത് സംഭവമില്ല എന്ന് പറഞ്ഞു. ഭർത്താവ് മരിച്ച ഈ പെൺകുട്ടിയെ രണ്ടാമത്തെ ദിവസം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഭീഷണിപ്പെടുത്തി. മൂന്നാമത്തെ ദിവസം അതിഭീകരമായി ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു. മുടി പിടിച്ച് വലിച്ചു. ഷൂ ഇട്ട് വിരലിന്റെ മകളിൽ കയറിയിരുന്നു. കൂർത്ത പെൻസിൽ കൊണ്ട് ഈ ഭാഗത്തിട്ടടിച്ചു. ഒറ്റ ആവശ്യം, ഇവനുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് ഈ പെൺകുട്ടി സമ്മതിച്ചു കൊടുക്കണം. 3.5 ദിവസം ക്രൂരമായി മർദ്ദനത്തിനിരയായി ഈ ഷാൻ. ഒരു പുരുഷനെ എങ്ങനെയൊക്കെ മർദ്ദിക്കാമോ അങ്ങനെയൊക്കെ മർദ്ദിച്ചിട്ടുണ്ട്. പക്ഷെ അവനും സമ്മതിച്ചില്ല. നിങ്ങൾ എന്ത് പറഞ്ഞോ അത് സമ്മതിക്കാം. അത് മാത്രം ഈ അവിഹിത ബന്ധം സമ്മതിച്ചു കൊടുത്തില്ല. എന്നിട്ടൊരു 4 വരി കള്ളക്കഥയുണ്ടാക്കി. ഈ റിദാൻ ബാസിൽ ഇവൻ ചെയ്തിരുന്ന ബിസിനസ്സിൽ, ഷാനിന്റെ മുതലാളി ചെയ്തിരുന്ന ബിസിനസ്സിൽ ആ പങ്കാളിത്തത്തിൽ നിന്ന് ഇവനെ ഒഴിവാക്കിയാൻ റിദാൻ ഇടപെട്ടു എന്നൊരു കള്ളക്കഥയുണ്ടാക്കിയിട്ടാണ് കേസ് കൊടുത്തത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ പൂർണ്ണമായി ഞാൻ വിശദീകരിച്ചു, എഴുതി കൊടുത്തു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അത് വന്നു. SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 4 ദിവസം മുമ്പ് എടവണ്ണ പോലീസ് മഞ്ചേരി കോടതിയിൽ ഒരു പെറ്റീഷൻ ഇടുകയാണ്. എന്താ പെറ്റീഷൻ? ഇത് വിചാരണ സ്റ്റേജിലാണ്. വിചാരണ നിർത്തിവെച്ച് ഞങ്ങൾക്കിത് വീണ്ടും പുനരന്വേഷണം എടവണ്ണ പോലീസിന് നൽകണം. കാരണം റിദാൻ ബാസിലിന്റെ ഫോണുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. കോടതി അനുവദിക്കും, സ്വാഭാവികമാണ്. അപ്പൊ വീണ്ടും ഈ കേസ് തേച്ച് മാച്ച് കളഞ്ഞ അതേ പോലീസിന് തന്നെ വീണ്ടും അത് കൈമാറി. ഈ സ്ഥിതിയാണുള്ളത്. ഇത് പറഞ്ഞാൽ എന്തായി? ഇപ്പൊ PV അൻവറായി എല്ലാ കള്ളത്തരവും. ഇപ്പൊ ബക്കർ പറഞ്ഞിട്ടില്ലേ ഏതൊരു അൻവറിന്റെ കാര്യം? അപ്പൊ നിങ്ങൾ നോക്കണം, ഈ രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ കോഴിക്കോടിന്റെ സമൂഹം താഴെ ഇറങ്ങി വരേണ്ടതുണ്ട്. പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും സ്വന്തം കാര്യമാണ്. ഇത് സാമൂതിരിയുടെയും കുഞ്ഞാലി മരക്കാടിന്റെയും നാടാണ്. മറന്നു പോകരുത് കോഴിക്കോട്ടുകാർ. ഇപ്പൊ മനാഫ് അർജുൻ നമ്മൾ കണ്ടില്ലേ? എങ്ങനെയാണ് നമ്മൾ ആ സ്റ്റോറി അല്ലെങ്കിൽ ആ സംഭവങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയുമോ? അതാണ് മതസൗഹാർദ്ദം. ആ മതസൗഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ RSSുമായി ചേർന്ന്, രാജ്യത്തെ ഭീകരവാദികളുമായി ചേർന്ന് ഒരു സമൂഹത്തെ ആകെ അപരവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു. ആരാ നേതൃത്വം? കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി. വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് രാവിലെ പത്രക്കാർ എന്നോട് ചോദിച്ചു, ഏക സിവിൽ കോഡും പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത നിലപാട് അതും ആത്മാർത്ഥതയില്ലാത്തതായിരുന്നോ എന്നൊരു ചോദ്യം. എന്റെ ഉത്തരം ആത്മാർത്ഥപരമായിരുന്നു എന്നാണ്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ കാര്യങ്ങൾ ഈ രീതിയിൽ മാറിമറിയുന്നത് കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനിടക്കാണ്. അതാണ് പാർട്ടി അന്വേഷിക്കേണ്ടത്. പാർട്ടി അത് അന്വേഷിച്ച് കണ്ടെത്തണം. PV അൻവറിനെ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ സപ്പോർട്ടറായി മാറി ആ PV അൻവറാണ് ഇതിന് പിന്നിലെന്ന് ഇവിടെ മുഖ്യമന്ത്രിയും പാർട്ടി സഖാക്കളും നാടായ നാട് മുഴുവൻ, ഗ്രാമങ്ങളായ ഗ്രാമങ്ങൾ മുഴുവൻ നിങ്ങൾ പറഞ്ഞു നടന്നിട്ട് നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. ഞാൻ ഈ വിഷയം ഏറ്റെടുക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ഈ പോലീസിംഗിന്റെ ഭാഗമായി കേരളം
ഈ ഗവൺമെന്റിനെ വെറുക്കുന്നു, ഈ പാർട്ടിയെ വെറുക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വെറുക്കുന്നു. ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ പോലീസിന്റെ ഇമ്മോറൽ ആക്ടിവിറ്റീസ്, ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, ഈ പാർട്ടിയോടും ഈ മുന്നണിയോടും ഉണ്ടായിരുന്ന അടുപ്പം ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. രാവിലെ 7 മണിക്ക് കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് ഒരു ഓട്ടോറിക്ഷയുമായി ഇറങ്ങുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി രാവിലെ ഉദിക്കുന്ന വെയില് വൈകുന്നേരം പടിഞ്ഞാറ് അസ്തമിക്കുന്നത് വരെ ആ വെയിലിന്റെ ചൂടേറ്റ് ഈ വഴിയോരങ്ങളിൽ ഒരു യാത്രക്കാരനെ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. വൈകുന്നേരം വരെ ഓടിയാൽ എന്താ കിട്ടുക? 10, 200, 300 ബാക്കിയാവും. ഡീസലും ചെലവും ടാക്സും. വണ്ടി മറ്റൊരുത്തൻ്റെതാണെങ്കിൽ അവന്റെ വാടകയും കഴിഞ്ഞാൽ കിട്ടാവുന്ന ഈ 300, 400 രൂപയാണ്. കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് എത്രയാ ഫൈന്? പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവിടെ ഉണ്ടാവുമല്ലോ. എത്രയാ ഫൈൻ? 1000, 2000, 5000. അൻവറിന്റെ മുതലക്കുളത്തെ പ്രസംഗം പുരോഗമിക്കുകയാണ്.